അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ. വിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിനെ നിലനിർത്തുന്നതിന് വേണ്ടി ഏത് മാർഗമാണ് സ്വീകരിക്കാൻ ആവശ്യമാകുന്ന സമയത്ത് മുഅ്മിനീങ്ങൾ ഏത് നിലയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, പരിശുദ്ധ ദീനിനെ അവസാനം വരെ നിലനിർത്തുകയും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ആ ദീനിനെ നിലനിർത്തുന്നതിന് വേണ്ടി മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ സർവസ്വവും വിനിയോഗിക്കുകയും ചെയ്യേണ്ടത് അവൻ്റെ ബാധ്യതയാണ് എന്ന് ബദറിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ബദറിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പാഠം അതാണ്. അല്ലാതെ ബദർ എന്ന് പറയുന്നത് നാം വിചാരിക്കുന്നത് മാതിരി സഹാബാക്കൾ തയ്യാറായി ശത്രുക്കളെ നേരിട്ട് അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി നടത്തിയ ഒരു ഭീകര യുദ്ധമൊന്നുമല്ല. ഇന്ന് ബദറിനെ കുറിച്ച് വലിയ അഭിമാനത്തോടു കൂടി നമ്മൾ പറയുന്നെങ്കിലും നമുക്കും ബദറിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ശരിയായ നിലയിലുള്ള വിവരമില്ല, ബോധമില്ലാത്തവരാണ്. നാമും വിചാരിക്കുന്നത് ബദറിൽ ശക്തമായ പോരാട്ടം നടന്നത് നേരത്തെ തന്നെ തയ്യാറാക്കി ഒരുക്കി വച്ചിരുന്ന ആ തീരുമാനപ്രകാരമാണെന്നും അങ്ങനെ സഹാബാക്കൾ ശത്രുക്കളുമായി ധീരമായ നിലയിൽ പോരാടാൻ തയ്യാറായി വലിയ യുദ്ധത്തിനൊരുങ്ങിയാണ് അവർ പുറപ്പെട്ടത് എന്നും അങ്ങനെയാണ് ബദറിലേക്ക് വന്നു ചേർന്നതുമെന്നെല്ലാം നമ്മളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനവുമില്ല. ഇസ്ലാമിൽ എപ്പോഴും യുദ്ധം നടന്നിട്ടുള്ളത് മുഴുവനും പ്രതിരോധത്തിനാണ്. പ്രതിരോധിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിരിക്കുന്നതും. യുദ്ധം അങ്ങനെയേ ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി മുസ്ലിമീങ്ങൾ അങ്ങോട്ട് ചെന്ന് യുദ്ധം നയിച്ച് പോയ സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയുമില്ല. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാനും ഇസ്ലാമിനെ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനും അച്ചകെട്ടി ഇറങ്ങിയ ശത്രു സൈന്യത്തെ എപ്പോഴും ശത്രു സൈന്യം എണ്ണത്തിൽ കൂടുതലും സന്നാഹങ്ങളിൽ കൂടുതൽ ഉത്സാഹമുള്ളവരും യുദ്ധത്തിന് വേണ്ടി അവർ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരുന്ന ആളുകളുമായിരിക്കും. മറുഭാഗത്ത് മുഅ്മിനീങ്ങൾ അതിനോടൊപ്പമുള്ള സൈന്യങ്ങളോ ആ നിലയിലുള്ള യുദ്ധ സംവിധാനങ്ങളോ സന്നാഹങ്ങളോ അങ്ങനത്തെ ഒരുക്കങ്ങളോ ഒന്നും ചെയ്തവരുമായിരിക്കുകയില്ല. ശത്രുക്കളെ നേരിടുന്നതിന് ബാഹ്യമായ നിലയിൽ ഒരിക്കലും മുഅ്മിനീങ്ങൾ വലിയ ശക്തിയായിരുന്നില്ല. മുഅ്മിനീങ്ങൾ എണ്ണത്തിൽ ധാരാളമുള്ള പല സന്ദർഭങ്ങളും വന്നിട്ടുണ്ട്. എങ്കിലും മറുഭാഗത്ത് ശത്രു സൈന്യങ്ങൾ അതിനേക്കാൾ കൂടുതലായിരിക്കും. ഒരിക്കലും മുഅ്മിനീങ്ങൾ തങ്ങളെക്കാൾ കുറഞ്ഞ സൈന്യങ്ങളോട് നേരിടാൻ നിന്നിട്ടില്ല. അങ്ങനെ കീഴ്പ്പെടുത്താനുള്ള ഉദ്ദേശത്തിൽ യുദ്ധവും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമേ ഇസ്ലാമിലുള്ളൂ. അതിൻ്റെ പേരാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഈ ജിഹാദ് എപ്പോഴും എല്ലാവർക്കും ആവശ്യമായ കാര്യം. ഒരു മുഅ്മിൻ തൻ്റെ ദീനിനെ സ്വയമായ നിലയിൽ സംരക്ഷിക്കാൻ അവൻ സന്നദ്ധനാകണം. അതിനാവശ്യമായ മാർഗങ്ങൾ അവൻ സ്വീകരിക്കണം. സ്വന്തം ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലും പരിശുദ്ധമായ ദീനിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവിനെ ശരിയായ നിലയിൽ വഴിപ്പെട്ട് വണങ്ങി ജീവിക്കാനും ഒരു മുഅ്മിൻ സ്വയം തയ്യാറാകണം. അതിന് തടസ്സമായി വരുന്ന കാര്യങ്ങൾ തൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്നും അവൻ ഒഴിവാക്കുകയും അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ അതിനെ അവൻ പ്രതിരോധിക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവൻ തയ്യാറാവുകയും ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പിലായാൽ, അങ്ങനത്തെ കാര്യങ്ങൾ നടമാടുന്ന അവസ്ഥ ഉണ്ടായാൽ അതിനെ തിരുത്താനും അള്ളാഹുവിൻ്റെ നിയമത്തിലേക്ക് മടങ്ങാനും അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക് തൻ്റെ കുടുംബത്തെ കൊണ്ടുവരാനും അവൻ ശ്രമിക്കുകയും ഏത് വിധേനയും അതിലെന്ത് നഷ്ടം സംഭവിച്ചാലും മനുഷ്യൻ അത് വലുതായി കണക്കാക്കാതെ അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുന്ന വഴിയിൽ അതൊരു പ്രശ്നമാക്കാതെ അവൻ അത് ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയും തൻ്റെ കുടുംബത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അവൻ ശ്രമിക്കുകയും ചെയ്യും. ഇപ്രകാരം ലോകത്ത് തൻ്റെ സഹോദരങ്ങളിൽ, ബന്ധുമിത്രാദികളിൽ, തൻ്റെ നാട്ടുകാരിൽ, സ്നേഹിതന്മാരിൽ
എന്നല്ല, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവനും ഒന്നാണ്. കാരണം ഒരു മുഅ്മിൻ എല്ലാ മുഅ്മിനീങ്ങളും മറ്റുള്ള മുഅ്മിനിൻ്റെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് ലോകം മുഴുവനും പരിശുദ്ധമായ ദീൻ നിലനിൽക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിലാവുകയും ചെയ്യണം. അത് ഈ ലോകത്ത് നടക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്, കാരുണ്യത്തിന് മനുഷ്യൻ വിധേയനാകുന്നത്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവനിലേക്ക് വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി പരിശുദ്ധമായ ദീനിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അതൊരു ബാധ്യതയായി മുഴുവൻ മുഅ്മിനീങ്ങളും ഏറ്റെടുക്കുകയും അതിൻ്റെ മാർഗങ്ങൾ എന്തെല്ലാമാണോ അത് മുഅ്മിനീങ്ങൾ കണ്ടെത്തുകയും അതിൻ്റെ വഴിയിൽ ഏത് ത്യാഗമാണോ ചെയ്യേണ്ടി വരുന്നത്, എന്താണോ താൻ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത്, തനിക്ക് ഭൗതികമായ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അള്ളാഹുവിൻ്റെ ദീനാണ് വിജയിക്കുകയും നിലനിൽക്കുകയും ചെയ്യേണ്ടത്, അത് ലോകത്ത് എക്കാലത്തും നിലനിൽക്കേണ്ടതും എക്കാലത്തും നടപ്പിലാക്കേണ്ടതുമാണ് എന്ന് തീരുമാനിച്ച മുഅ്മിനായ മനുഷ്യൻ അതിൻ്റെ പിന്നാലെ അതിനുവേണ്ടി പരിശ്രമിച്ച് നടക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിൽ പങ്കുകാരനാകുന്നത്. ഈ ജിഹാദാണ് ഓരോ മുഅ്മിനിൻ്റെയും ബാധ്യത. അല്ലാതെ ആരെയും ആക്രമിക്കലോ, ആരെയും കൊല്ലലോ, ഏതെങ്കിലും വിഭാഗത്തെ നശിപ്പിക്കലോ, ഏതെങ്കിലും നാടുകൾ നശിപ്പിക്കലോ, അതിനെ കീഴടക്കലോ പിടിച്ചെടുക്കലോ, ഇതൊന്നും ജിഹാദിൻ്റെ മാർഗങ്ങളല്ല. ജിഹാദ് എന്ന് പറയുന്നത് ഇതിനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ ലോകത്ത് മുഴുവനും വ്യാപിക്കണം. അത് നടപ്പിലാക്കാൻ വേണ്ടി എന്താണോ ഞാൻ ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട ബാധ്യതകൾ നിർവഹിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം. അതിൻ്റെ പിന്നിൽ വരുന്ന നഷ്ടങ്ങൾ എന്താണോ ആ നഷ്ടം സഹിക്കാൻ തയ്യാറാകണം. ഒരു പക്ഷേ തൻ്റെ ജീവനും ശരീരവും സമ്പത്തും മുഴുവനും അതിനു വേണ്ടി വിനിയോഗിക്കേണ്ടി വന്നാലും അപ്പോഴും മനുഷ്യൻ നല്ല മനസ്സോടെ അള്ളാഹു നൽകിയ സമ്പത്ത്, അള്ളാഹു നൽകിയ ശരീരം, അള്ളാഹു നൽകിയ ജീവൻ, ഇത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ അതൊരു നല്ല അവസരമായി കണക്കാക്കി അതിനെ വിനിയോഗിക്കുന്നു എന്ന് സ്വയം മനുഷ്യൻ തീരുമാനിച്ച് അവൻ അള്ളാഹുവിന് വേണ്ടി അർപ്പണം ചെയ്യാൻ സന്നദ്ധനായിരിക്കുക എല്ലാ സന്ദർഭങ്ങളിലും. അതാണ് ഒരു മനുഷ്യൻ്റെ ബാധ്യത. അതിൻ്റെ പേരാണ് ദീനിൽ ജിഹാദ് എന്ന് പറയുന്നത്. ഇതിന് മനുഷ്യൻ തയ്യാറാകുന്നതിനുള്ള ഒരു പരിശീലനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിൽ സഹാബാക്കളായ മഹാന്മാരെയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് ബദറിൽ കൊണ്ടുവന്ന് അവിടെ നിർത്തി ആദ്യമായ ഇസ്ലാമിലെ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ സഹായ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തത്. ഒരിക്കലും മുഅ്മിൻ ഭീരുവാകരുത്, ഒരിക്കലും മുഅ്മിൻ ബലഹീനനായി മാറിപ്പോകരുത്, ഒരിക്കലും ബാഹ്യമായ ശക്തികൾക്ക് മുമ്പിൽ മുഅ്മിൻ അടിയറവ് പറയുന്നവനാകരുത്, ഒരിക്കലും ബാഹ്യമായ ശക്തികളെ മുഅ്മിൻ പേടിക്കുന്നവനാകരുത്. മുഅ്മിൻ എപ്പോഴും അള്ളാഹുവിലേക്ക് തിരിയുന്നവനും ബാഹ്യമായ മുഴുവൻ ശക്തികളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്ന് ശരിയായ നിലയിൽ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുന്നവനും ബാഹ്യമായ ശക്തികളെ പ്രതിരോധിക്കാൻ നമുക്ക് പ്രകടമായ നിലയിലുള്ള കഴിവുകൾ ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ സഹായ വാഗ്ദാനങ്ങളിൽ ഉറപ്പിച്ച് മുന്നേറേണ്ടവനാണ് ഒരു മുഅ്മിൻ എന്ന് സ്വയം മുഅ്മിൻ ധരിക്കുകയും ആ സ്വഭാവം മുഅ്മിനിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. വിശുദ്ധ റമളാനിൽ ഈ ഗുണമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിൻ്റെ ഒരു പാഠമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ ഈ റമളാനിൽ നടത്തി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അല്ലാതെ ബദറിനെ കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ധാരണയോ അല്ലെങ്കിൽ ബദറിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീക്ഷണങ്ങളോ നമ്മൾ വെച്ചു പുലർത്തുകയും ബദറിനെ യഥാർത്ഥമായ നിലയിൽ അതിൻ്റെ ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതിന് പകരം അതിനെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി തിരിച്ചുവിടുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഭാഗത്തു നിന്നും വരുന്ന വീഴ്ചയാണ്. ആ വീഴ്ച എപ്പോഴും നമ്മളെ കൊണ്ടുപോയി ചേർക്കുന്നത് നമ്മളുടെ ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന നഷ്ടങ്ങളിലേക്കാണ്. അത് സൂക്ഷിച്ച് മനസ്സിലാക്കി ശരിയായ നിലയിൽ ഉപയോഗിക്കാൻ തയ്യാറാകേണ്ടത്, പരിശ്രമിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് മനസ്സിലാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.